കിട്ടിയ മീൻ ഉച്ചയ്ക്ക് കറി വെക്കാതെ വറുത്ത് കഴിച്ചുകൊണ്ട് തന്നെ രാത്രി ആയപ്പോഴത്തേക്കും നോ കറി ഫോർ അത്താഴം. പിന്നൊരു ടെൻഷൻ തന്നെ ആയിരിക്കുമല്ലോ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കൺഫ്യൂഷൻ അടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഏട്ടനും കൂടെ എന്റെ കൂടെ കൂടി. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം ഒരുമിച്ച് കുത്തിയിരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണ് പുട്ടും മുട്ടയും. പുട്ടും മുട്ടയും എന്നൊരു കോംബോ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കാനുള്ള രസം മാത്രമേ ഉള്ളൂ, അതോ കഴിക്കാനും രസമുണ്ടോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പല്ലുവേദന ആയതുകൊണ്ട് തന്നെ എന്ത് സാധനം കഴിക്കുമ്പോഴും ഞാൻ നല്ലതുപോലെ ഇപ്പോൾ കുതിർത്തിട്ടാണ് കഴിക്കാറ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ സ്പൈസസ് മൂപ്പിച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പെരിഞ്ചീരകം ആദ്യം ഈ സ്പൈസസ് മൂപ്പിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അവസാനമായിട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയും കീറിയിട്ട് കൊടുത്ത് കുറച്ച് കുരുമുളകും കൂടെ വിതറിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം, തിളച്ചു പോകരുത്. അങ്ങനെ കറിയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്ക് ചൂട് പുട്ടും പുഴുങ്ങി കുഴച്ചൊരു പിടി പിടിച്ചിട്ട് ബാക്കിയുള്ള ജോലികളും തീർത്തു വെച്ചു. അപ്പോൾ ഓക്കെ, ബൈ.